So today we'll discuss questions from group. അപ്പോൾ ഗ്രൂപ്പിന്റെ ഒരു ലേറ്റസ്റ്റ് ഡിസംബർ സെപ്റ്റംബർ ടൈമിൽ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് പ്രീമോക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഫ്രം ദ പ്രീമോക്ക്. അപ്പോൾ as you know, it will be given in exhibits. അപ്പോൾ ഗ്രൂപ്പിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The first question here they are asking, like, using exhibit number 1 in accordance with IFRS 11, explain why Keystone is a joint venture. അപ്പോൾ joint venture, we know that it's a IFRS 11 ആണ് joint venture standard. So first of all, we'll discuss the knowledge part. അപ്പോൾ joint venture നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. So how will you identify like whether it's a joint venture or a joint operation? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പോൾ രണ്ട് കമ്പനി തമ്മിൽ ഒരു പുതിയ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൻഡ് ദേ ആർ സ്റ്റാർട്ടിങ് എ ന്യൂ വെഞ്ചർ ഇറ്റ് സെൽഫ്, ലെറ്റ്സ് സേ VA, വോഡാഫോൺ ഇന്ത്യ ഓർ ഹീറോ ഹോണ്ട. So these are some of the perfect example for joint venture. Like there are two companies coming together to form a new company itself. But അവരുടെ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് എന്തായിരിക്കും? ജോയിന്റ്ലി ആയിരിക്കും. സോ ദേ വിൽ ഹാവ് എ ജോയിന്റ് കൺട്രോൾ ഓവർ ദിസ് കമ്പനി. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത പുതിയ കമ്പനിയുടെ ഷെയർസ് ആയിരിക്കും ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സിൽ ഈ രണ്ട് കമ്പനിക്കും ഷെയർ ഉണ്ടാവും. സോ മോർ ദാൻ ഷെയറിംഗ് ദ റവന്യൂ ഓർ എക്സ്പെൻസസ്, ഒരു പുതിയ ലീഗൽ കമ്പനി അവർ ഫോം ചെയ്യുന്നു ആൻഡ് ദേ വിൽ ബി ഹാവിംഗ് എ ജോയിന്റ് കൺട്രോൾ ഓവർ ദിസ് ന്യൂ കമ്പനി ആൻഡ് ഈച്ച് കമ്പനി ഇൻ ദ ജോയിന്റ് വെഞ്ചർ വിൽ ബി ഹാവിംഗ് എ ഷെയർ ഓഫ് ദി നെറ്റ് അസറ്റ്സ് ആസ് വെൽ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ജോയിന്റ് വെഞ്ചർ എന്ന് തന്നെ പറയാം. If it is a joint operation ആണെങ്കിൽ like there is not mandatory that they have to create a new company there. ഒരു പുതിയ അറേഞ്ച്മെന്റ് മാത്രമായിരിക്കും, അവർ എക്സ്പെർട്ടൈസ് മാത്രമായിരിക്കും അവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദേ വോണ്ട് ബി ഷെയറിങ് ഇനി ഇക്വിറ്റിയുടെ ഷെയർ ഒന്നും ആർക്കും കാണത്തില്ല തമ്മിൽ. ഓപ്പറേഷന്റെ റവന്യൂ എന്താണോ, എക്സ്പെൻസ് എന്താണോ, അല്ലെങ്കിൽ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്താണോ, അതിലൊക്കെ കൃത്യമായിട്ടൊരു ഷെയറിങ് കാണും. മേ ബി ഒരു 70-30 അല്ലെങ്കിൽ 60-40 എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയറിംഗ് ബേസിസിലായിരിക്കും അവർ ഈ ഓപ്പറേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് us ടു ഐഡന്റിഫൈ ഇറ്റ്സ് എ ജോയിന്റ് ഓപ്പറേഷൻ. അപ്പോൾ ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് ദേ വിൽ ഹാവ് എ ഷെയർ ഓഫ് നെറ്റ് അസറ്റ്സ് എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ നോളജ് പാർട്ട് വിത്ത് റെസ്പെക്ട് ടു IFRS 11 വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ് വെഞ്ചർ ആൻഡ് ജോയിന്റ് ഓപ്പറേഷൻ. സോ നമുക്ക് എക്സിബിറ്റ് ഒന്ന് നോക്കാം. എക്സിബിറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇനി ഈ നോളജ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഡു ദേ ഹാവ് ഷെയർ ഓഫ് നെറ്റ് അസറ്റ്സ് ഓർ എന്താണ് സംഭവം നമുക്കൊന്ന് വായിക്കാം. So just go through that scenario എന്ന് വായിച്ചു നോക്കിയേ. Just read the exhibit. Yes. So after reading the question, what do you understood here? Is it a joint operation or joint venture? Joint venture. Why? They have right to the assets only. They have the right to the assets. Do they have share of equity? Yeah, they purchase 30% of it. Okay. So equity holding അവർക്കുണ്ട്, or it's just the share of assets? ഒന്നുകൂടെ നോക്കി. So how they make the decision? Like ഇൻഡിവിജ്വലി ഒരാൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ, ഓർ ദേ ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻസ് ടുഗെദർ? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടീൻ്റെയും കൂടെ ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ? Can't take decision independently. യെസ്. സോ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആൻഡ് ദേ ഡു ഹാവ് എ ഷെയർ ഓഫ് നെറ്റ് അസറ്റ്സ് ആസ് വെൽ, അല്ലേ? Yes. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ദിസ് ഇസ് എ ജോയിന്റ് വെഞ്ചർ rather than a joint operation. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഷെയർസിലില്ല, ഇക്വിറ്റിയിൽ ഷെയർ ഇല്ല, പകരം the two companies are coming together to do an operation according to their expertise and they have share of assets, liabilities, revenue, expense എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനായിട്ട് അക്കൗണ്ട് ചെയ്തതിനെ would have accounted it as a joint operation. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതിനെ നോളജ് പാർട്ടാണ് നമ്മളിവിടെ ഡ്രാഫ്റ്റിൽ എഴുതേണ്ടത്. ലൈക്ക് എന്താണ് ജോയിന്റ് ഓപ്പറേഷൻ എന്നും ജോയിന്റ് വെഞ്ചർ എന്നുള്ളതിന്റെ നോളജ് പാർട്ട് പറയാം. അപ്പൊ നോളജ് പാർട്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ സനേരിയയിലേക്ക് ഡിസ്കഷൻ വരിക കേട്ടോ. സോ ഇതിന് ആൻസർ പാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആസ് പെർ IFRS 11 എന്താണ് ജോയിന്റ് അറേഞ്ച്മെന്റ്സ് എന്നും അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ എന്നും പറയുന്നു. ഇവിടെ ജോയിന്റ്ലി ആണ് കൺട്രോൾ ഉള്ളത്. ഓക്കെ, ദേ കനോട്ട് ടേക്ക് എനി ഡിസിഷൻസ് ഇൻഡിവിജ്വലി. കോൺട്രാക്ട് ഈസ് not required to be formal, so written document and discussion between Walker and Ailster നടന്നിട്ടുണ്ട്, that is sufficient enough. And
decisions are about relevant activities of Kristen require 85% majority. This can be viewed by Whitaker and Alistair voting together. So this means that unanimous consent is required. And Whitaker and Alistair jointly control Kristen. So joint arrangement is classified as joint operation or joint venture. So a joint operation is an arrangement where parties will have a joint control and they'll have the right to the assets of the arrangement and obligations rather than equity. So അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ finally we can consider, so since neither Whitaker or Alistair have the right to the assets liable for the debts, this is a joint venture rather than a joint operation. So this is how we can make a conclusion there. Clear ആണോ? അപ്പോൾ Yes. ഗ്രൂപ്പ്സിൽ നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് IFRS 11 where they discuss about joint arrangements and joint venture. എസ്പെഷ്യലി ആ ഡിഫറൻസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ് പാസ് പേപ്പേഴ്സിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. സോ റിമെമ്പർ ദിസ് നോളജ് പാർട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കെനഡി. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അക്വസിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതിന്റെ റിക്വയർമെന്റ് നമുക്ക് നോക്കാം. റിക്വയർമെന്റ് എന്താന്ന് നോക്കിയേ. Using exhibit 2 in accordance with IAS 36, explain with calculation how impairment loss in Kennedy is calculated and allocate to the assets of cash generating unit. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഇമ്പയർമെന്റ് എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അലക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, സോ ഇമ്പയർമെന്റ് കാൽക്കുലേഷൻ ആണ് നമ്മുടെ രണ്ടാമത്തെ റിക്വയർമെന്റ്. സോ 10 മാർക്സ് ആണ് ഇമ്പയർമെന്റ് കാൽക്കുലേറ്റ്. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ഇമ്പയർമെന്റ് in case of a subsidiary? We need to know that സബ്സിഡറിനെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഇമ്പയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ CGU ആയിട്ടാണ്. സോ സബ്സിഡറിന്റെ ടോട്ടൽ അസറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ടോട്ടൽ അസറ്റ്സ് വിൽ ഇൻക്ലൂഡ് ദ നെറ്റ് അസറ്റ്സ് പ്ലസ് ഗുഡ് വിൽ. ദാറ്റ് വിൽ ഗെറ്റ് കമ്പയർഡ് വിത്ത് ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് സബ്സിഡറി. And when we allocate the impairment, we will allocate it according to CGU. CGUവിന്റെ റൂൾസ് പ്രകാരമായിരിക്കും ഇമ്പയർമെന്റ് നമ്മൾ അലക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. That is, first we will allocate to any specific asset which is got impaired, next to the goodwill till goodwill reaches 0, and remaining assets നമ്മൾ ഒരു proportionate weighted average അപ്രോച്ചിലായിരിക്കും ഇമ്പയർമെന്റ് അലക്കേറ്റ് ചെയ്യുന്നത്, and current assets won't get impaired. So this is how we'll allocate the impairment in case of a CGU. Same rule ആണ് നമ്മൾ സബ്സിഡറിയിലും ഫോളോ ചെയ്യുന്നത്, because subsidy is considered as a CGU here. Okay, so ഈ സെനാരിയോ ഒന്ന് വായിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇമ്പയർമെന്റ് എമൗണ്ട് ആണ്. So we need to know the total value of net assets plus goodwill എത്രയാണെന്ന് കണ്ടുപിടിക്കണം. Will get compared with the recoverable amount. So just go through that question. ഒന്ന് വായിച്ചു നോക്കിയേ. Okay, so have we gone through that question? Yes. So first of all, we need to calculate the impairment here. So how will you calculate the impairment? So there is a fair value adjustment. പിന്നെ ഈ പറഞ്ഞ ഇവിടെ ഗുഡ്വിൽ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത NCA പ്രപ്പോർഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ആണ്. സോ വെൻ ദ NCA is calculated using proportionate approach, നമുക്ക് കിട്ടുന്ന ഗുഡ്വിൽ എന്തായിരിക്കും? Is it a full goodwill or partial goodwill? Partial goodwill. Partial goodwill. അപ്പോൾ നമ്മൾ while calculating the total value of this company's assets, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോൺ കറണ്ട് അസറ്റ്സിന്റെ വാല്യൂ എടുക്കും. Then along with that we will take goodwill. പക്ഷേ ഗുഡ്വിൽ എമൗണ്ട് എന്താണ്? ഫുൾ ഗുഡ്വിൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? പാർഷ്യൽ ഗുഡ്വിൽ ആയതുകൊണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ഇമ്പയർമെന്റ് നോഷണൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലാൻഡ് ഇവിടെ ഉണ്ട്. എത്രയാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ലാൻഡിന്റെ? എക്സസ് ഓഫ് ക്യാരിങ് എമൗണ്ട് ഈസ് 190 അല്ലെ? അപ്പോ നോൺ കറണ്ട് അസറ്റ് ആസ് പെർ ദ ബുക്ക് എത്രയാണ്? നോൺ കറണ്ട് അസറ്റ്സിന്റെ വാല്യൂ ആസ് പെർ ദ ബുക്ക്, ആസ് പെർ ദ ബുക്ക് ഉള്ള നോൺ കറണ്ട് അസറ്റ്സിന്റെ വാല്യൂ എത്ര? ടോട്ടൽ അസറ്റ്സിന്റെ വാല്യൂ how much it is? Okay, 3760 അല്ലേ നോൺ കറണ്ട് ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സിന്റെ വാല്യൂ? Yeah. 3760 ആണ്. So we have to take that. Then there is fair value adjustment with respect to land. എത്രയാണ് fair value adjustment? ലാൻഡിന്റെ fair value adjust ചെയ്യേണ്ട എത്ര നോക്കിയേ. എക്സസ് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? The fair value of the land owned by Kennedy was 190,000 in excess of the carrying amount in the individual affairs. So 190 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. Then the goodwill which is given in the question.
പക്ഷെ ഇത് പാർഷ്യൽ ഗുഡ്വിൽ ആണ്. എത്ര എമൗണ്ട് ഗുഡ്വിലിന്റെ? ഗുഡ്വിൽ ഈസ് 318,000. ഗുഡ്വിൽ 318,000 ആണ്. Then we need to calculate the notional goodwill. So how much is the notional goodwill, guys? ആ നോഷണൽ ഗുഡ്വിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എത്രയാണ് പേരന്റ് എക്വയർ ചെയ്തേക്കുന്നത് ഇവിടെ? ഹൗ മച്ച് പെർസെന്റേജ് ദ പേരന്റ് ഈസ് എക്വയർഡ്? ഗുഡ്വില്ലിന് എത്ര ശതമാനമാണ് പേരന്റ് എക്വയർ ചെയ്തേക്കുന്നത്? അല്ലെങ്കിൽ പേരന്റിന്റെ കയ്യിലുള്ള എത്ര ശതമാനമാണ്? 70 or 80? Parent is acquiring 70% of Kennedy, അല്ലേ? 70% ഓഫ് കെനഡി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് വൈറ്റ് ടേക്കർ അക്വയർ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ 70% ഗുഡ്വില്ലേ ഉള്ളൂ. നമുക്ക് നോഷണൽ എമൗണ്ട് കണ്ടുപിടിക്കണം. ഹൗ മച്ച് ഇറ്റ് ഈസ്? 30%. ഓക്കെ, അപ്പോൾ 30% എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 318,000 into 30/70 ചെയ്യാം. ഓക്കെ, സോ ഹൗ മച്ച് ഇസ് ആ എമൗണ്ട് എത്ര വരും നോക്കിയേ? 136,285. So if you round it off it into thousands, it will be 136 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. സോ ദേ ഹാവ് റൗണ്ട് ഓഫ് എവറിത്തിങ് ഇൻ ടു തൗസൻഡ്. സോ ഇത് 318 ആക്കാം. സോ അങ്ങനെ വരുമ്പോൾ ഇത് 136 ആവും. സോ ദാറ്റ്സ് ഇസ് എ ടോട്ടൽ അസറ്റ്. അപ്പോൾ ഇവിടെ മെയിൻ മാർക്സ് വരുന്ന ഈ ഒരു നോഷണൽ ഗുഡ്വിൽ പോർഷൻ കണ്ടുപിടിക്കുന്നതിനാണ്. സോ നൗ യു ഗെറ്റ് ദ ടോട്ടൽ എമൗണ്ട്. ടേക്ക് ദ ടോട്ടൽ and this will get compared with this is a total value of asset. സബ്സിഡറിയുടെ അല്ലെങ്കിൽ ആ CGUവിന്റെ ടോട്ടൽ വാല്യൂ ഇതാണ്. അതിന് നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണം? വിൽ കമ്പയർ വിത്ത് ദ റിക്കവറബിൾ എമൗണ്ട്. അസറ്റിന്റെ ആ ഒരു CGUവിന്റെ റിക്കവറബിൾ എമൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യാം. സോ ഹൗ മച്ച് ഇസ് ദ റിക്കവറബിൾ എമൗണ്ട് ഹിയർ? ഓക്കെ, റിക്കവറബിൾ എമൗണ്ട് എത്ര തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനകത്തില്? യെസ്, they have given the value in use as well as fair value less cost to sell തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്? The value in use is 3.8 and fair value less cost to disposal is 3.85. So which one will you use as recoverable amount? Higher of these two, അല്ലേ? ഇപ്പൊ 3.8 ഉണ്ട്, 3.85 ഉണ്ട്. സോ അതിന്റെ ഹയർ വാല്യൂ എന്ന് പറയുമ്പോൾ ഏത് വരും? is 3.85. So that will be considered as your recoverable amount here. So 3.85 means 3850. So 3850 ആയിരിക്കും നമ്മളുടെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. സോ 3.85നെ നമ്മൾ തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 3850. സോ വി ആർ റൗണ്ടിങ് ഓഫ് എവറിത്തിങ് ടു 1000 ഹിയർ. Okay. Yes. So how much is the impairment now? Impairment in Kennedy എന്ന് പറഞ്ഞാൽ എത്രയാണ്? The difference between these two is 554. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പയർമെന്റ് എമൗണ്ട്. സോ അണ്ടർസ്റ്റുഡ് ഹൗ ടു കാൽക്കുലേറ്റ് ദി ഇമ്പയർമെന്റ് ഹിയർ? ഇമ്പയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർ ആണോ? Yes. Now we have to allocate the impairment. So how will you allocate the impairment? First we will allocate the goodwill impairment loss. സ്പെസിഫിക് അസറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇമ്പയർമെന്റ് ലോസ് കംപ്ലീറ്റ്ലി ഏതിലേക്ക് അലക്കേറ്റ് ചെയ്യും? ഗുഡ്വില്ലേക്ക് അലക്കേറ്റ് ചെയ്യും. Then
To which all assets we'll allocate the impairment? Yes, we'll allocate the goodwill to PPE and intangible assets. അത് രണ്ടുമാണ് പിന്നീടുള്ള ഒരു നോൺ കറന്റ് അസറ്റ്. ഓക്കെ, അപ്പോൾ ഗുഡ്വിൽ അലക്കേഷൻ, ഇമ്പയർമെന്റ് അലക്കേഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഔട്ട് ഓഫ് ദിസ് ഫസ്റ്റ് എമൗണ്ട് വിൽ ഗോ ടു ഇമ്പയർമെന്റ് ഓഫ് ഗുഡ്വിൽ ഇറ്റ്സെൽഫ്. ഗുഡ്വില്ലിലേക്ക് നമ്മൾ അലക്കേറ്റ് ചെയ്യുക. ഗുഡ്വില്ലിലേക്ക് അലക്കേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ PPയിലേക്കും ഇൻടാഞ്ചിബിൾ അസറ്റ്സിലേക്കും അലക്കേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടുത്തെ ഒരു അലക്കേഷനേക്കാളും ഒരു മെയിൻ ചലഞ്ച് നമ്മൾ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇഫ് ഇസ് എ പാർഷ്യൽ ഗുഡ്വിൽ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ നോഷണൽ ഗുഡ്വിൽ എമൗണ്ട് എന്നുള്ളതാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? ഇപ്പൊ കറണ്ട് അസറ്റ്സിലേക്കൊന്നും എന്ത് പോകത്തില്ല, നോൺ കറണ്ട് ലയബിലിറ്റീസിലേക്കും ഒന്നും ഈ പറഞ്ഞ ഇമ്പയർമെന്റ് അലക്കേഷൻ പോകത്തില്ല. ആകെ PPയിലേക്കും ഇൻടാഞ്ചിബിൾ അസറ്റ്സിലേക്കും ആയിരിക്കും പോകുന്നത്. അപ്പൊ ടോട്ടൽ ഇമ്പയർമെന്റ് നമ്മൾ ഗുഡ്വില്ലേക്ക് അലക്കേറ്റ് ചെയ്യുന്നു. ഗുഡ്വില്ലേക്ക് അലക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇമ്പയർമെന്റ് നമ്മൾ PPയിലേക്കും ഇൻടാഞ്ചിബിൾ അസറ്റിലേക്കുമാണ് അലക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ? So this is how the allocation will be done. അതിന്റെ ആൻസർ പാർട്ട് ഞാൻ ഒന്ന് കാണിക്കാം. യെസ്, അപ്പോൾ ടോട്ടൽ ഗുഡ്വിൽ ഇമ്പയർമെന്റ് വന്നു. ആ ഇമ്പയർമെന്റിന്റെ എമൗണ്ട് that 318 existing goodwill plus the unrecognized goodwill, which is the notional goodwill. അതിൽ അപ്പോൾ ടോട്ടൽ 454,000 വരും. സോ ഔട്ട് ഓഫ് 554,000 454,000 നമ്മൾ എന്തിലേക്ക് അലക്കേറ്റ് ചെയ്യും? അപ്പോൾ ഗുഡ്വില്ലേക്ക് തന്നെ അലക്കേറ്റ് ചെയ്യും. ബാക്കി വന്ന എമൗണ്ട്, ബാക്കി ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 72 + 28, ഏകദേശം ഒരു 100 ഉണ്ട്. ആ 100 നമ്മൾ ഈ PPയിലേക്കും ഇൻടാഞ്ചിബിൾ അസറ്റിലേക്കും സ്പ്ലിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓൺ ദ വെയ്റ്റഡ് ആവറേജ് ബേസിസ്. PPയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, PPയിൽ ഒരു 190 കൂടെ നമ്മൾ ആഡ് ചെയ്യണം, വിച്ച് ഇസ് ദ ഫെയർ വാല്യൂ അഡ്ജസ്റ്റഡ് എമൗണ്ട്. So clear guys? And we just need to explain the allocation as well. അപ്പോൾ ഓവറോൾ ആ ഇമ്പയർമെന്റ് അലക്കേഷൻ പാർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ബിക്കോസ് കാൽക്കുലേഷൻ പ്ലസ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് മാർക്സ് വരുന്നത്. അപ്പോൾ അലക്കേഷൻ എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് ഇമ്പയർമെന്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു CGO ആണ്. അപ്പോൾ ഹയർ ഓഫ് ഫെയർ വാല്യൂലെസ് കോസ്റ്റ് ഓഫ് സെൽ അല്ലെങ്കിൽ വാല്യൂ ന്യൂസ് വേണം എടുക്കാൻ റിക്കവർ എമൗണ്ട് ആയിട്ട് നമ്മളുന്ന നോളജ് പാർട്ട് പറയുന്നു. ആൻഡ് ഹിയർ ഇതൊരു NCA പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് ആയതുകൊണ്ട് വി നീഡ് ടു കാൽക്കുലേറ്റ് നോഷണൽ ഗുഡ്വിൽ. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ കാൽക്കുലേഷനിൽ ചെയ്ത കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് വെൽ. കാരണം കാൽക്കുലേഷൻ പ്ലസ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ 10 മാർക്സ് കിട്ടുന്നത്. ഓക്കെ ആണോ? Yes, sir. Yeah. Then another question is investment in Freeman. So explain with calculation. അടുത്ത റിക്വയർമെന്റ് ആണ്. Explain with calculation. Again, the calculation with explanation. The purchase of additional equity share capital in Freeman should be reflected in the consolidated FS. അപ്പോൾ അഡീഷണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അത് മിക്കവാറും എന്താ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചറിൽ നമ്മൾ സ്റ്റെപ്പ് അക്വസിഷനിൽ 2 സിറ്റുവേഷൻ ആണ് നമുക്കുള്ളത്. എന്തൊക്കെയാ? നോ കൺട്രോൾ ടു കൺട്രോൾ ഉണ്ട്, കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ഉണ്ട്. സോ ഇഫ് ഇറ്റ് ഈസ് നോ കൺട്രോൾ ടു കൺട്രോൾ സിറ്റുവേഷൻ ആണെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഗുഡ്വിൽ. ഇഫ് ഇറ്റ് ഇസ് എ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ നമ്മൾ ആ ഇൻക്രീസ് ഇൻ ഷെയർ മാത്രം കാണിച്ചാൽ മതി ആസ് ആൻ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ സെനാരിയോ വായിച്ചിട്ട് എന്താന്ന് നോക്കിയേ. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഇറ്റ് നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ഓർ കൺട്രോൾ ടു കൺട്രോൾ ആണോ നോക്കിയേ. The scenario എന്താ? Is it a control to control situation or no control to control scenario? No control to control. No control to control ആണ്. It purchased 60%. At this state, Freeman net assets were 1.58 and however had not recognized brand name on this way. NCA തന്നിട്ടുണ്ട്. Has prepared draft consolidated to include 60% in accordance with so additional 30% അല്ലേ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്?
Yes. യെസ്, അപ്പോൾ നമ്മൾ ബുക്സിലേക്ക് കാണിക്കേണ്ടത് ഈ പറഞ്ഞ അഡീഷണൽ 30% ആണ്. ഫസ്റ്റ് വിൽ ഡിസ്കസ് ലൈക്ക് ഈ പറഞ്ഞ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എൻട്രി എന്തായിരിക്കും വരുന്നത്? NCA കുറയുന്നതാണ് ആൻഡ് നമ്മുടെ ഷെയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഡെബിറ്റ് NCA, ക്രെഡിറ്റ് ക്യാഷ് ആൻഡ് എനി ബാലൻസ് ഫിഗർ വിൽ ഗോ ടു ഡയറക്ട്ലി വിൽ ബി ഷോൺ ഇൻ ദ OCE, അതർ കമ്പണൻസ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ ഇതാണ് നമ്മളുടെ അക്കൗണ്ടിങ് എൻട്രി വരുന്നുണ്ടാവുക when there is a no control to control scenario. So increase in investment ആണിത്, അല്ലെങ്കിൽ നമുക്ക് increase in share holding ആണ് ഇവിടെ വന്നത്. So whenever it's an increase in share holding, NCA ഇവിടെ കുറയുന്നുണ്ടാവും. So debit NCA, credit cash and balance amount will go to OCE. So ആ അക്കൗണ്ടിങ് എൻട്രി ആയിരിക്കും നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഡിക്രീസ് ഇൻ NCA, ക്യാഷ് പോകുന്നു, ഡിഫറൻസ് എമൗണ്ട് അതർ കമ്പണൻസ് ഓഫ് ഇക്വിറ്റിയിലേക്ക് പോകും ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ മൂവ്മെന്റ് ഹാപ്പൻ വിത്തിൻ ദ ഇക്വിറ്റി. So here we need to clearly know what is the value of NCA, എത്രയാണ് കുറയുന്നത് എന്ന് കണ്ടുപിടിക്കണം. So we need to know the value of NCA first of all. So NCA യുടെ വാല്യൂ അവർ തന്നേക്കുന്നത് എത്രയാണെന്ന് നോക്കിയേ. അറ്റ് അക്വസിഷൻ NCA യുടെ വാല്യൂ എത്ര ഉണ്ട്? ഇനിഷ്യലി നമ്മൾ ഷെയർസ് അക്വയർ ചെയ്യുന്ന സമയത്ത് NCA യുടെ വാല്യൂ എത്ര ഉണ്ട്? പറയാം. നമ്മൾ ഇനിഷ്യലി 60% വാങ്ങുന്ന സമയത്തുള്ള NCA യുടെ വാല്യൂ. ക്വസ്റ്റ്യൻ നോക്കിയേ. The value of NCA at the time of acquiring 60%. NCA value was 850,000 അല്ലേ? NCA value 850,000 അല്ലേ? Okay, so that's the NCA value at acquisition. Initial acquisition സമയത്ത് NCA യുടെ വാല്യൂ അതായിരുന്നു, which is 850,000. But we need to know the NCA value at step acquisition. That is, ആ 30% അക്വയർ ചെയ്ത ദിവസത്തെ വാല്യൂ വേണം നമുക്കറിയാം. അപ്പൊ ഇൻ ബിറ്റ്വീൻ വന്ന ഇൻക്രീസ് എന്താണോ, നമ്മുടെ നെറ്റ് അസറ്റ്സിൽ വന്ന ഇൻക്രീസ് എന്താണോ, അതിന്റെ ഒരു ഷെയർ കൂടെ ആർക്ക് പോകും? NCAക്ക് പോകും. ഓക്കെ, സോ വി നീഡ് ടു നോ ദാറ്റ് ഷെയർ. ആ ഷെയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അവർ തന്നിട്ടുണ്ടോ നോക്കിയേ. നമ്മുടെ നെറ്റ് അസറ്റ്സിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടോ നോക്കിയേ ക്വസ്റ്റിനകത്തില്. ദ നെറ്റ് അസറ്റ് വാല്യൂ അറ്റ് അക്വസിഷൻ ആസ് വെൽ ആസ് നെറ്റ് അസറ്റ് വാല്യൂ അറ്റ് റിപ്പോർട്ടിംഗ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡേറ്റാസ് അവർ തന്നിട്ടുണ്ടോ? ലുക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ. വൺസ് അഗൈൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം ആൻഡ് ചെക്ക് വെദർ ദേ ഹാവ് ഗിവൻ ദ ക്വസ്റ്റ്യൻ PDF ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. സോ ഇവിടെ നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ 850,000 ആണ്. പിന്നെ അതിനുശേഷം they said that the net asset at reporting date is 2.42 inside separate financial statements, but there is a fair value adjustment of 200 as well. അപ്പോൾ there is a brand which we need to adjust separately. അപ്പോൾ അതൊരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നെറ്റ് അസറ്റ്സിന്റെ കൂടെ ഈ 2.42ന്റെ കൂടെ ഈ 200 വരണം. അതിന്റെ യൂസ്ഫുൾ ലൈഫ് 20 years ആയിരുന്നു. So that remaining value of this brand at the time of reporting, that is ഈ സ്റ്റെപ്പ് അക്വസിഷൻ ടൈമിലുള്ള എത്ര ആയിരിക്കും? 20X2ലാണ് 200,000. സോ ഓൾമോസ്റ്റ് ഇപ്പം 4 years കഴിഞ്ഞു. അപ്പൊ റിമൈനിങ് ലൈഫ് ഒരു 16 years ഉണ്ടാവും. അപ്പോൾ വിൽ കാൽക്കുലേറ്റ് ദ നെറ്റ് അസറ്റ് വാല്യൂ അറ്റ് അക്വസിഷൻ ആൻഡ് അറ്റ് റിപ്പോർട്ടിംഗ്. അപ്പൊ അറ്റ് അക്വസിഷൻ എത്രയാണ് ഫിഗർ വന്നേക്കുന്നത്? 850,000 ആണ്. Net assets at acquisition. Sorry, 2.54. 86 അല്ല, it is
2.42. 2.42 എന്ന് പറയുമ്പോൾ 242,000. 2,420,000. അതിന്റെ കൂടെ അറ്റ് അക്വിഷൻ ടൈമിൽ എന്തും വരണം, ആ 200,000 വരണം. Because 200,000 is a fair value adjustment. So that's a total value of net assets at acquisition. Then ഇതേ നെറ്റ് അസറ്റ്സിന്റെ ഈ സ്റ്റെപ്പ് അക്വസിഷൻ ഡേറ്റിലുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. At reporting date 31st December 20x5. This is the value as per 1st Jan 20x2 ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വ്യത്യാസം എന്താ? നെറ്റ് അസറ്റിന്റെ വാല്യൂയിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും? ക്ലോസിംഗ് ഡേറ്റ വാല്യൂ എത്ര ഡയറക്ട്ലി ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ അഡ്ജസ്റ്റ് ചെയ്യും? ആ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്യാം. ആ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് we have to adjust for the 4 years depreciation of that brand as well. Okay. So values എത്രയാണെന്ന് നോക്കിയേ. So, sorry, at acquisition 1.58 ആയിരുന്നു നെറ്റ് അസറ്റ് വാല്യൂ. ഓക്കെ, 1.58 plus 200,000. റിപ്പോർട്ടിംഗ് ഡേറ്റിലെ വാല്യൂ ആണ് 2.42. ഓക്കെ, the date on moment. This is the value as per 31st December 20x5. And value as per 1st Jan 20x2 എത്രയാണ്? 158. So 180,000 plus 200,000. റിപ്പോർട്ടിംഗ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് 200,000 ഇനി 4 years കഴിഞ്ഞുകൊണ്ട് 16/28 ആണ്. So 16/20 എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ റിമൈനിങ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആഫ്റ്റർ 4 years. ഓക്കെ, സോ ദ ഡിഫറൻസ് ഇൻ നെറ്റ് അസറ്റ്സ് എടുക്കുക, അതേ ഇൻറ്റു എൻ സി ഐക്ക് കിട്ടേണ്ട പോർഷൻ. എൻ സി ഐക്ക് എത്ര ആയിരിക്കും കിട്ടുന്ന പോർഷൻ? വി അക്വയർഡ് അറ്റ് അക്വസിഷൻ, ഇനിഷ്യൽ അക്വസിഷൻ നമ്മൾ അക്വയർ ചെയ്ത് 60%. അപ്പോൾ ബാക്കി 40% ആരുടെയിലുണ്ട്? എൻ സി ഐയിലുണ്ട്. സോ ദ ടോട്ടൽ വാല്യൂ ഓഫ് എൻ സി ഐ സ്റ്റെപ്പ് അക്വസിഷൻ ഡേറ്റ് ഇസ് 850,000 പ്ലസ് ഈ പറയുന്ന 320,000. ഓക്കെ, സോ ദിസ് എ വാല്യൂ ഓഫ് എൻ സി ഐ സ്റ്റെപ്പ് അക്വസിഷൻ ഡേറ്റ്. അതിന്റെ 30% ആണ് നമ്മൾ അക്വയർ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? ഈ ഡേറ്റ ക്ലിയർ ആണോ? എങ്ങനെയാണ് എൻ സിയുടെ വാല്യൂ കിട്ടിയെന്ന് മനസ്സിലായോ? സ്റ്റെപ്പ് അക്വസിഷൻ ഡേറ്റ് ഇസ് ക്ലിയർ എവരിവൺ? Okay, so we know that we acquired 30% of NCA. So 30% of NCA നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? This amount which is the 40% of NCA. So into 30/40 ചെയ്യാം. Don't take 30% of 1170. കാരണം 170,000 എന്ന് പറഞ്ഞാൽ എന്താണ്? NCAന്റെ 40% വാല്യൂ ആണ്. അതിന്റെ 30% ആണ് നമ്മൾ അക്വയർ ചെയ്തത്. സോ ഇൻറ്റു 30/40 ചെയ്യുക. ദെൻ അതിനുവേണ്ടി നമ്മൾ ക്യാഷ് എത്ര കൊടുത്തതെന്ന് നോക്കി. ജസ്റ്റ് ഫോർ അക്വയറിംഗ് ദാറ്റ് 30% നമ്മൾ കൊടുത്ത ക്യാഷ് എത്രയാണ്? 1.25 million ആണ്. 30% അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത എമൗണ്ട് 1.25 million ആണ്. സോ ദാറ്റ് വിൽ ബി ഷോൺ ഇൻ യുവർ ക്യാഷ്. 1.25 എന്ന് പറയുമ്പോൾ 1,250,000. സോ ദർ ഇസ് എ ഡിഫറൻസ്. എത്രയാണ് ഡിഫറൻസ് എമൗണ്ട് നോക്കിയേ. നമ്മൾ കൊടുത്ത ക്യാഷ് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. സോ it is a loss actually. So that loss will be shown in directly in the equity side. So difference between cash and NCA എടുക്കുക. So 372,500. So that's a loss. We will show directly in equity. Other components of equity like നമ്മൾ ഈ ലോസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. Because it's just a movement happen within the equity. അപ്പോൾ ഒരു നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ആണെങ്കിൽ വുഡ് ഹാവ് കാൽക്കുലേറ്റഡ് ഗുഡ് വിൽ. സോ ഹിയർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദാറ്റ് 30% ഇൻക്രീസ്. ആ അഡീഷണൽ ഷെയർ അക്വസിഷനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആണോ? അപ്പോ can you reply in the chat guys? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്? എൻ സിയുടെ വാല്യൂ അറ്റ് അക്വസിഷൻ എടുത്തു.
and we need to calculate the NCA value at step acquisition date. അതെങ്ങനെ അതിലേക്ക് എത്തിയത്? We need the increase in net assets എന്താന്ന് നോക്കുക, അത് into NCA percentage ചെയ്താൽ മതി. So we found that increase in net assets. Okay, then അത് into 40% ചെയ്തു. So total value of NCA at reporting date കിട്ടി. അതിന്റെ 30% നമ്മൾ എത്ര നോക്കി. So we understood what's the decrease in NCA. ഇതാണ് NCA കുറഞ്ഞത്. And difference between cash and their NCA decrease, അപ്പോൾ ഒരു ബാലൻസ് എമൗണ്ട് ഡെബിറ്റിലാണ് വന്നേ. സോ ബാലൻസ് എമൗണ്ട് ഡെബിറ്റിൽ വന്നെങ്കിൽ we know that it's a loss. ക്ലിയർ ആണോ? Yes. Yes, and finally we just need to adjust these 3 situations in the draft. നമ്മളിത് ഡ്രാഫ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് സെനാരിയോ. സോ നമുക്ക് എന്തൊക്കെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഒന്ന് ഇമ്പയർമെന്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ആ ജോയിന്റ് വെഞ്ചറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ആസ് വെൽ ആസ് വി ഹാവ് ടു അഡ്ജസ്റ്റ് ഫോർ ദ അഡീഷണൽ ഇൻക്രീസ് ഇൻ ദ ഷെയർ. So our adjustments on okay. So these are the adjustments we have made. So non-current assets നമ്മൾ with respect to investment in Croston അത് കുറച്ചിട്ടുണ്ട്. Then impairment നമ്മളൊരു Canadian impairment of 100 which we allocated to non-current asset. Even though split between PP and intangible assets ആണ് ചെയ്തെങ്കിൽ ടോട്ടൽ 100 ആയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ചു. Then investment in Freeman 1250 അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണിച്ചത്, പക്ഷെ നമ്മളത് റിമൂവ് ചെയ്തു. ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ഇൻ ഫ്രീമാൻ നമ്മളത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. ദെൻ ജോയിന്റ് വെഞ്ചറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അഗെയിൻ വി ഹാവ് ആഡഡ് ഹിയർ 1900. അതിനെ ഒരു നോൺ കറന്റ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് പകരം അവിടുന്ന് റിമൂവ് ചെയ്ത് സെപ്പറേറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞ് കാണിച്ചു. ദെൻ when we calculate the impairment, we have seen that goodwill should get reduced by 318. So we have reducing goodwill by 318. അപ്പോൾ നമ്മൾ ആ ഓരോ അഡ്ജസ്റ്റ്മെന്റ്സിലും ചെയ്ത കാര്യങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഫൈനലി with respect to retained earnings, what we have done here, Kristen acquisition ശേഷമുള്ള ആ ഇൻക്രീസ്. So how much is the increase? Like 30% of the profit അവർക്ക് കിട്ടാനുണ്ട്, as well as 30% of the OCA ഉണ്ട്. So അതാണ് ടോട്ടൽ ചെയ്തേക്കുന്നത്. Because 30% is what they have invested in the joint venture. അപ്പോൾ joint venture share of profit and OCA ആണ് ഈ പറഞ്ഞ 210 plus 90 300. So they have added it to the value of asset. Okay, 210 to retained earnings and 90 to OCE and total 300 to our investment in joint venture. കാരണം joint venture നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു സെയിം പ്രോപ്പർട്ടി ആസ് അസോസിയേറ്റ് ആയിരിക്കും, വിച്ച് ഇസ് ഇക്വിറ്റി മെത്തേഡ് ആണ്. സോ ഇക്വിറ്റി മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെ? കോസ്റ്റ് പ്ലസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് പ്ലസ് ഷെയർ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് ആണ് 300. സോ ടോട്ടൽ വാല്യൂ ഓഫ് ജോയിന്റ് വെഞ്ചർ വിൽ ബിക്കം 200. Okay, now NCA corner, we know that NCA have decreased by 30 and we have shown that adjustments here as well. So NCA the total decrease is 877.5. ഈ സ്പ്ലിറ്റ് ഇമ്പയർമെന്റിന്റെ സ്പ്ലിറ്റ് ആണ്. In the same way, other components of equity minus 372.5. That's a loss we have shown here. Is it clear? Adjustments clear ആണോ? Pre-populated FS നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെന്റും you can show it as a separate heading, like Kristen acquisition, impairment, increase in Freeman എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തന്നെ കാണിക്കുക. So always remember that നിങ്ങൾ അക്കൗണ്ടിങ് എൻട്രി, if you remember the accounting entry ഓർക്കുവാണെങ്കിൽ ഈസിലി നമുക്ക് ഡ്രാഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്രീമാന്റെ അക്കൗണ്ടിങ് എൻട്രീസ് എന്തൊക്കെയായിരുന്നു? കംപ്ലീറ്റ്ലി വി ആർ റിമൂവിംഗ് ദാറ്റ് 1250 ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫ്രീമാൻ ആൻഡ് അലക്കേറ്റിംഗ് ദാറ്റ് കോസ്റ്റ് ബിറ്റ്വീൻ OCE ആൻഡ് NCA. സോ ഈ എൻട്രി നമ്മൾ ഇവിടെ കണ്ട എൻട്രി ആണ് ഈ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ എക്സലിൽ പാസ് ചെയ്ത എൻട്രി ആണ് ഇവര് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ 8775 NCA-യിലേക്കും കൊടുത്തു, ലോസ് ഓഫ് 375 OCE-യിലും കാണിച്ചു. അപ്പോൾ ഓരോന്നിനും നിങ്ങൾ അക്കൗണ്ടിങ് എൻട്രി എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു അഡ്ജസ്റ്റ് ദ ഡ്രാഫ്റ്റ്.
Is it clear? Yes. Now, apart from that, as we discussed, like the group in the question I just say about to get an idea, like what are the recent type of questions that we'll get in group. About ഇതിന്റെ കൂടെ കൺസോളിഡേറ്റഡ് പി ആൻഡിൽ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വി ഡോണ്ട് ഹാവ് ഇനഫ് ക്വസ്റ്റ്യൻ ഇൻ റിവിഷൻ കിറ്റ് ബേസിക്കലി ഫ്രം കൺസോളിഡേറ്റഡ് പി ആൻഡിൽ. ബട്ട് കൺസോളിഡേറ്റഡ് പി ആൻഡിലിന്റെ ഒരു ഫോർമാറ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് വെച്ചേക്കുക. സംടൈംസ് അപ്പാർട്ട് ഫ്രം കൺസോളിഡേറ്റ് എസ് ഒ എഫ് പി ചിലപ്പോൾ കൺസോളിഡേറ്റഡ് പി ആൻഡിലും വരാം. സോ വി ഡോണ്ട് ഹാവ് മച്ച് ക്വസ്റ്റ്യൻസ് ഇൻ റിവിഷൻ കിറ്റ്. ബട്ട് ബേസിക് ഫോർമാറ്റ് ഓഫ് കൺസോളിഡേറ്റഡ് പി ആൻഡിൽ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഹൗ വിൽ യു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് പി ആൻഡിൽ? എങ്ങനെയാണ് നമ്മൾ പി ആൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നത്? അതിന്റെ ബേസിക് ഫോർമാറ്റ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് റവന്യൂ. റവന്യൂ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? പി പ്ലസ് എസ് ആണ്, പേരന്റ് പ്ലസ് സബ്സിഡറി. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പേരന്റിന്റെ 100% നമ്മൾ എപ്പോഴും എടുക്കും. ബട്ട് സബ്സിഡിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും എടുക്കുന്നത്? സബ്സിഡിന്റെ 100% ആണ് എടുക്കുന്നത്. ബട്ട് പോസ്റ്റ് അക്വഷൻ പീരീഡ് മാത്രമേ എടുക്കത്തുള്ളൂ. ലെറ്റ്സ് സേ ഒരു 6 months ആണ് നിങ്ങൾ അക്വയർ ചെയ്യുമെങ്കിൽ സബ്സിഡിയുടെ പി ആൻഡിൽ എമൗണ്ട് 6/12 എടുക്കാൻ പാടുള്ളൂ. അത് പി ആൻഡിലെ എല്ലാ ഐറ്റവും അങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ, സോ റവന്യൂ ഓർ എനി ഐറ്റം ഇൻ പി ആൻഡിൽ വിൽ ബി കൺസോളിഡേറ്റഡ് ഇൻ ദ സെയിം മാനർ. അപ്പോൾ സബ്സിഡിയുടെ 100% വാല്യൂ എടുക്കും, ബട്ട് ഓൺലി ഇൻ ദ പോസ്റ്റ് അക്വഷൻ പീരീഡ്. അപ്പോൾ പോസ്റ്റ് അക്വഷൻ പീരീഡിലെ വാല്യൂസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ക്ലിയർ ആണോ? ഇതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും മേജർ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ഇഫ് ദർ ഇസ് എനി ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യാതെ ആ ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ കംപ്ലീറ്റ്ലി നമ്മൾ റവന്യൂന്ന് കുറയ്ക്കും. The same property will happen for cost of sales as well. Cost of sales lo adjustment same ആണ്. Cost of sales ഇന്റെയും adjustments ഒക്കെ almost same ആണ്. That is, instead of revenue ഇവിടെ cost of sales വരുമെന്നേ ഉള്ളൂ. ഇവിടെയും ആ ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ എമൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ രണ്ടിടത്തും നമ്മൾ കുറയ്ക്കും. പ്ലസ് ഒന്നുകൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന PURP ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക്. ദെൻ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്, ചിലപ്പോൾ അവർ പറയും ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ട് വന്ന ഡിപ്രീസിയേഷൻ ഒക്കെ കോസ്റ്റ് ഓഫ് സെയിൽസിൽ തന്നെയാണ് കമ്പനി അക്കൗണ്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദാറ്റ് ആസ് വെൽ. സോ യു വിൽ ഗെറ്റ് ദ ഗ്രൂപ്പ് റവന്യൂ ആൻഡ് ഗ്രൂപ്പ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇതാണ് മേജർ അഡ്ജസ്റ്റ്മെന്റ്സ് വെൻ ഇറ്റ് കംസ് ടു കൺസോളിഡേറ്റഡ് പി ആൻഡ് എൽ. ബാക്കി നിങ്ങൾ ഇപ്പം സെയിം നൗ വിൽ ഗെറ്റ് ദ GP ആസ് എ ബാലൻസിംഗ് ഫിഗർ. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് ബാലൻസ് ഫിഗർ വന്നോളൂ. പിന്നെ നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ എക്സ്പെൻസ് ആണെങ്കിലും ടോട്ടൽ ഇൻകംസ് ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ സെയിം ലോജിക്ക് തന്നെ ചെയ്യുക. Which is parent 100% plus subsidiary 100% into 6/12. ഓക്കെ, അതായിരിക്കും ബേസിക്കലി എല്ലാ എക്സ്പെൻസസിനും ഇൻകത്തിനും നമ്മൾ ചെയ്യുന്നത്. ഇനി ചില ക്വസ്റ്റിനകത്തിൽ ഇനി അസോസിയേറ്റും കൂടെ ഉള്ള സെനാരിയോ ആണെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ബിഫോർ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വി ക്യാൻ ഷോ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. അവർ ചിലപ്പോൾ ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിൽ ഡിവിഡൻഡ് ആയിരിക്കും കാണിച്ചേക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡിനെ കുറച്ചിട്ട് ഓക്കെ വി ഹാവ് ടു ഷോ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. സോ ഫൈനലി യു വിൽ ഗെറ്റ് ദ ടോട്ടൽ. സോ ഞാൻ ജസ്റ്റ് റഫ് ഫിഗർ മാത്രം കാണിക്കാണ് ടോട്ടൽ പ്രോഫിറ്റ്. പക്ഷെ അത് ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? നൗ വി ഹാവ് ടു സ്പ്ലിറ്റ് ബിറ്റ്വീൻ പേരന്റ് ആൻഡ് NCA. സോ NCAയുടെ നമുക്കൊരു സെപ്പറേറ്റ് വർക്കിംഗ് നോട്ടിൽ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് NCAയുടെ പ്രോഫിറ്റ് നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാം. പേരന്റിന്റെ ഷെയർ എപ്പോഴും ഒരു ബാലൻസ് ഫിഗർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ബേസിക് പെർഫോം ചെയ്യണോ പറയുന്നത് കേട്ടോ. ഓൾവേസ് പ്രിപ്പയർ എ സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് ടു കാൽക്കുലേറ്റ് ദ NCA പ്രോഫിറ്റ്. അപ്പൊ NCAയുടെ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് NCAയുടെ പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? വി നോ വാട്ട് ഇസ് എ സബ്സിഡീസ് പ്രോഫിറ്റ്. സബ്സിഡിയുടെ പി ആൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡിയുടെ പ്രോഫിറ്റ് എന്താണെന്ന് പെട്ടെന്ന് കിട്ടും. അപ്പോൾ സബ്സിഡിയുടെ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട് ഇസ് എ പ്രോഫിറ്റ് വിച്ച് ഇസ് ആട്രിബ്യൂട്ടബിൾ ടു NCA സെപ്പറേറ്റ്ലി. അങ്ങനെ NCAയുടെ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ബാക്കി ബാലൻസ് എമൗണ്ട് ആരിലേക്ക് കൊടുക്കുക? ജസ്റ്റ് ഗിവ് ഇറ്റ് ടു സബ്സിഡറി, സോറി ദ പേരന്റ്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് വൺ മിനിറ്റ്. So
whatever the profit or total comprehensive income for the subsidiary, ആ എമൗണ്ട് എടുക്കുക. ആ എമൗണ്ടിൽ നിന്ന് ഇഫ് സബ്സിഡി ഇസ് എ സെല്ലർ, സബ്സിഡിയുടെ ആ പ്രോഫിറ്റിൽ നിന്ന് അത് കുറയണം. ദെൻ എനി ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയും. ഇമ്പയർമെന്റ്, ഇഫ് ഓൺലി ഇറ്റ്സ് എ ഫെയർ വാല്യൂ മോഡൽ, ഇമ്പയർമെന്റ് നമ്മൾ കുറയ്ക്കും. സോ ഫൈനലി യുൽ ഗെറ്റ് എ എമൗണ്ട് ദാറ്റ് ഇസ് എ എമൗണ്ട് അട്രിബ്യൂട്ടബിൾ ടു എൻ സി. അപ്പൊ അങ്ങനെ നമുക്ക് എൻ സിയുടെ പോർഷൻ കിട്ടും. എൻ സിയുടെ പോർഷൻ ഒരു വർക്കിംഗ് നോട്ടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആസ് എ ബാലൻസ് എമൗണ്ട് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് പേരന്റ്. അപ്പൊ ഈ ബേസിക് ഫോർമാറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദർ ഇസ് നോ മച്ച് ക്വസ്റ്റ്യൻസ് ഇൻ SBR ബേസ്ഡ് ഫ്രം കിറ്റ് ബേസിക്കലി ഓൺ കൺസോളിഡേറ്റഡ് P&L. അപ്പൊ ഈ ഫോർമാറ്റും ആ അഡ്ജസ്റ്റ്മെന്റ്സും ഒന്ന് ഓർത്തിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് മെയിൻ ഫോർമാറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഹിയർ ഐ ഹാവ് മെൻഷൻ ഹൗ ടു അഡ്ജസ്റ്റ് ഫോർ ദറ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് ആസ് വെൽ as ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നോർമലി വിത്ത് റെസ്പെക്ട് ടു ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓർ ഇറ്റ് ക്യാൻ ബി എ ക്യാഷ് ഫ്ലോ ക്വസ്റ്റൻ ആസ് വെൽ. അപ്പോൾ ക്യാഷ് ഫ്ലോ ഓർ സംടൈംസ് റീസെന്റ് ദേ ആർ ടെസ്റ്റിംഗ് കൺസൾട്ടേറ്റഡ് P&L, ബട്ട് ഈവൻ ലാസ്റ്റ് 2 പ്രീമോക്കിലും ദേ ഹാവ് ഗിവൺ എ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ സെനാരിയോ. ബട്ട് എക്സാമിന് എനിക്ക് തോന്നുന്നു ചോദിച്ചത് കൺസൾട്ടേറ്റഡ് P&L ആണ് സെപ്റ്റംബറിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡിസംബർ ഇറ്റ് വാസ് മോർ ലൈക്ക് എ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ, ഇമ്പയർമെന്റ് കാൽക്കുലേഷൻ ഒക്കെ തന്നെ ചോദിച്ചു. ബട്ട് ഈ ഫോർമാറ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫൈൻ. Then apart from that, as we discussed last day, ഒരു ഇമ്പോർട്ടന്റ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടത് IFRS S1 ആൻഡ് S2 ആണ്, വിച്ച് ഈസ് ബേസിക്കലി സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. സോ വളരെ സെപ്റ്റംബറിലാണ് ഈ 2 സ്റ്റാൻഡേർഡ്സ് വന്നത്. അപ്പൊ എന്താണ് ഈ 2 സ്റ്റാൻഡേർഡ്സിലും ഫോക്കസ് ചെയ്യുന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കുക. സോ S1 ഒരു ജനറൽ ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് പ്രകാരം. ഫോർ എക്സാമ്പിൾ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ളതാണ് S1 പറയുന്നത്. സോ അതിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. ദറ്റ് ഈസ് അതിന് വേണ്ടി നിങ്ങൾ ആ ഗവേണൻസ് സ്ട്രക്ചർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് ഹാവ് യു അപ്പോയിന്റഡ് എ ന്യൂ എംപ്ലോയി ദെയർ, ലൈക്ക് അവിടുത്തെ റൂൾസും കാര്യങ്ങളും എങ്ങനെയാണ്, ഹൂ ഓവർലുക്ക് ഇറ്റ്, ഹൂ മോണിറ്റേഴ്സ് ദാറ്റ് സസ്റ്റൈനബിലിറ്റി ഫാക്ടേഴ്സ്. അപ്പൊ ആ ഗവേണൻസ് കൃത്യമായിട്ട് പറയണം. ദെൻ വിത്ത് റെസ്പെക്ട് ടു അതിന്റെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈവൻ വി നീഡ് ടു ഷോ ദ മെട്രിക്സ്. അതെങ്ങനെയാണ് നിങ്ങൾ ഇത് മെഷർ ചെയ്യുന്നതെന്നുള്ള മെട്രിക്സും കാര്യങ്ങളും പറയണം. അപ്പോൾ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മേജർ പാർട്ടാണ് ഇത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ പാർട്ട്. അപ്പോൾ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനിൽ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു ഏരിയ സസ്റ്റൈനബിലിറ്റി കംപ്ലീറ്റ്ലി ഒന്ന് വായിച്ചേക്കുക. അപ്പോൾ ജസ്റ്റ് റഫ്ലി ഞാനിപ്പോൾ പറയുന്നത് S1 എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. S1 ഫോക്കസ് ഓൺ ദ സസ്റ്റൈനബിലിറ്റി റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ് ഈസ് എന്തൊക്കെ രീതിയിൽ കമ്പനീന്റെ ക്യാഷ് ഫ്ലോസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസിനെയോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ ഒക്കെ എയ്തർ ഡ്യൂറിംഗ് ദ ഓവർ ലോങ് ടേം ഓർ ഷോർട്ട് ടേം സസ്റ്റൈനബിലിറ്റി ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുള്ളതായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇൻ S1 ഇറ്റ്സ് ലൈക്ക് എ വെരി ജനറൽ ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്. അപ്പോൾ S1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്കിനെ പറ്റിയിട്ടായിരിക്കും. അതിൽ തന്നെ ഇൻ ദ കണ്ടന്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ 4 ഡിഫറെന്റ് ഏരിയാസ്. ദറ്റ് ഈസ് ഗവേണൻസ് and one more it is strategy. Okay, governance, what are the strategies we use, risk, how will you mitigate risk, നമ്മൾ എങ്ങനെ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ട് റിസ്ക് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, ആൻഡ് ഫൈനലി നിങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെട്രിക്സ് എന്തൊക്കെയാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് വൈസ് ആയിരിക്കും നമ്മൾ മെട്രിക്സ് വെക്കുന്നത്. When it comes to S1, metrics will be based on like how much percentage of renewable energy we use, how much percentage of your packaging is actually recyclable. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഫെയർ ട്രേഡ് സപ്ലൈസ് ഉള്ളത്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ മെട്രിക്സ് മെഷർ ചെയ്ത് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു S1. ഇനി S1 നിന്ന് S2 വരുമ്പോൾ S2 is more focused on climate related factors. So climate related factors ആണ് IFRS S2 നമ്മൾ ഇത്രൂടെ ഫോക്കസ് ചെയ്യുന്നത്. So climate related factorsനകത്തിൽ it will include both chronic and acute risk as well as physical and climate related riskനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയും. So S2 completely focusing on climate related risk and opportunities എന്ന് ഓർത്തിരിക്കുക. S2 completely focus ചെയ്യുന്ന എന്താണ്? To completely focus on climate related risk and opportunities. അപ്പോൾ ഇതിനൊരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഹൗ വിൽ യു മെഷർ ഇറ്റ്
ഇൻ ടേംസ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ S2 തന്നെ ക്ലൈമറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് നമ്മൾ അഗെയിൻ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് ആസ് ഐ മെൻഷൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഫിസിക്കൽ റിസ്കും ഉണ്ട്, ട്രാൻസിഷൻ റിസ്കും ഉണ്ട്. ഓക്കെ, അണ്ടർ ദ സ്കോപ്പ് ഓഫ് IFRS S2 here we are discussing about climate related physical risk and transition risk. ഈ ഫിസിക്കൽ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ ദ ഫിസിക്കൽ റിസ്ക്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിസിക്കൽ റിസ്കിൽ തന്നെ അക്യൂട്ടും ക്രോണിക് റിസ്കുകളും നമുക്കുണ്ട്. അക്യൂട്ട് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റ് ഡ്രിവൺ ആയിരിക്കും, വിച്ച് ഈസ് ഫ്ലഡ് അല്ലെങ്കിൽ സുനാമി, വൈൽഡ് ഫയർസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ അക്യൂട്ട് റിസ്കിൽ കൺസിഡർ ചെയ്യുന്ന. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി പറയുന്നതായിരിക്കും അക്യൂട്ട് റിസ്ക്. അതേപോലെ ക്രോണിക് റിസ്ക് ഉണ്ട്. ക്രോണിക് റിസ്ക് ഇത്ര ലോങ് ടേം ആണ്. ദറ്റ് ഈസ് റൈസ് ഇൻ സീ ലെവൽ, അല്ലെങ്കിൽ ഡ്രോട്ട് ഓർ പുവർ ഹാർവസ്റ്റ് ഓർ ഗ്രോത്ത് കണ്ടീഷൻസ്. അങ്ങനെ ലോങ് ടേമിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്ക് ആണ് ക്രോണിക് റിസ്കിനകത്ത് പറയുന്നത്. സോ ദാറ്റ് വിൽ കം അണ്ടർ ദ ഫിസിക്കൽ ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്ക്. ദെൻ ട്രാൻസിഷൻ റിസ്ക് ഉണ്ട്. ട്രാൻസിഷൻ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസിഷൻ ടു എ ലോവർ കാർബൺ എക്കോണമി. ഓക്കെ, ട്രാൻസിഷൻ റിസ്ക് ഇൻക്ലൂഡ്സ് വാട്ട് ആർ ദ പോളിസി, ദറ്റ് ഈസ് ബോത്ത് ലീഗൽ, ടെക്നോളജിക്കൽ, മാർക്കറ്റ് ആൻഡ് റെപ്യൂട്ടേഷണൽ റിസ്കിനെ പറ്റിയിട്ടായിരിക്കും ട്രാൻസിഷൻ ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്കിൽ നമ്മൾ പറയാം. ഓക്കെ, സോ ദിസ് ഇസ് ദ കണ്ടന്റ് ഓഫ് IFRS S1 ആൻഡ് S2. അപ്പോൾ ഫിസിക്കൽ ഉണ്ട്. ഫിസിക്കലിനകത്ത് തന്നെ എന്തുണ്ട്? അക്യൂട്ടും ക്രോണിക്കും വരും. സോ ദർ ഇസ് അക്യൂട്ട് ആൻഡ് ക്രോണിക് അണ്ടർ ഫിസിക്കൽ. അക്യൂട്ടിന്റെ എക്സാമ്പിൾ ഈ പറഞ്ഞ ഫ്ലഡ് ഒക്കെ ആയിരിക്കും അക്യൂട്ടിന്റെ. ക്രോണിക് എന്ന് പറയുന്നത് എന്താ? ഓവർ ദ പീരീഡ് വരുന്നതായിരിക്കും. ഓവർ ദ പീരീഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് റൈസിങ് സീ ലെവൽ, ഓക്കെ, ഓർ ഡ്രോട്ട്, ഇതൊക്കെ ആയിരിക്കും ക്രോണിക് റിസ്കിനകത്തിൽ വരുന്നത്. ദെൻ ട്രാൻസിഷൻ ഈസ് ലൈക്ക് ഓവർ ദ ടൈം വരുന്നതാണ്. ഇപ്പൊ ലോവർ ടു വി ആർ ട്രൈങ് ടു റീച്ച് ടു ഇൻ ലോവർ കാർബൺ എക്കോണമി. അപ്പൊ ഇത്ര ലോങ് ടേം ആണ് എന്തെന്ന് പറയുന്നത് ട്രാൻസിഷൻ റിസ്ക്. സോ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മിറ്റിഗേറ്റ് ചെയ്യുന്നത്, അതിന്റെ റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ ഇത് ഓപ്പർച്യൂണിറ്റി ആവാം. അപ്പൊ കാർബൺ എമിഷൻ റൈറ്റ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസ് മോഡലെങ്കിൽ ദെൻ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യുവർ കമ്പനി ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ നമ്മൾ കൊടുക്കുന്നതാണ് S1 ആൻഡ് S2. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ്. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് എല്ലാ മേജർ കമ്പനിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസ് along with their annual report they will be publishing a separate area of sustainability reporting as well. അത് നേരത്തെ ഒരു സ്ട്രക്ചർ ഇല്ലായിരുന്നു, പക്ഷേ ഇൻ S1 ആൻഡ് S2 now there is a proper structure. എന്തൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, അതിന്റെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഒക്കെ ഒരു സ്റ്റാൻഡർഡൈസ് ആക്കിയതാണ് S1 S2 വന്ന മേജർ ഒരു അഡ്വാൻറ്റേജ്. സോ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. S1 ആൻഡ് S2 അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ അഗെയിൻ 4 ഡിഫറെന്റ് S1 പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സിന്റെ ഗവേണൻസ് എന്താണ്, സ്ട്രാറ്റജി എന്താണ്, റിസ്ക് മാനേജ്മെന്റ് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് നമ്മളോട് ചോദിക്കും. സോ മെട്രിക്സ് അഗെയിൻ ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദറ്റ് ഈസ് മേ ബി പെർസെൻറ്റേജ് ഓഫ് അസറ്റ്സ് അലക്കേറ്റഡ് ഇൻ എ ഫ്ലഡ് റിലേറ്റഡ് ഏരിയ, a percentage of remuneration that we are keeping separately for achieving climate related metrics, a percentage of reduction in insurance premium for those who are making some investment in energy efficient asset usage. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മെട്രിക്സ് ആയിട്ട് ഒരു കമ്പനി കീപ്പ് ചെയ്യുന്നത് ടു അച്ചീവ് ദ ക്ലൈമറ്റ് റിലേറ്റഡ് മെട്രിക്സ്. ഓക്കെ, സോ ഇതെന്താണ് ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയെങ്കിലും ആസ് എ മിനിമം നോളജ് ഒരു 5 to 6 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ്. ഓക്കെ, എന്താണ് S2 എന്താണ് S1 എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. IFRS S1 and S2. Is it clear, guys? Can you reply in the chat? Sir. Yeah. Yes, അപ്പോൾ അതാണ് നമ്മളൊരു മേജർ ഏരിയാസ് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഇൻ 3 days, ലൈക്ക് വിത്ത് റെസ്പെക്ട് ടു റവന്യൂ, ലീസ്, അതേപോലെ ബാക്കി IAS 12 ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു.
and other important areas also I think we have covered, like sustainability, group, everything is covered now. Okay. സോ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പ്രീവിയസ് സെഷൻസ് നിങ്ങളൊന്ന് നോക്കുക, റിവേഴ്സ് ചെയ്യുക ചില ഏരിയാസ് എങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ ഗൈസ്. അപ്പോൾ ഗ്രൂപ്പ് നമ്മൾ ഫുള്ള് സ്ട്രക്ചർ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഫ്രം ദ റീസെന്റ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഫോക്കസ് ഓൺ ക്യാഷ് ഫ്ലോ ആൻഡ് പി ആൻഡിൽ. ജസ്റ്റ് ഇത് വരും എന്നുള്ളതല്ല, ദർ ഇസ് എ ചാൻസ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. അതർവൈസ് ഇറ്റ് വിൽ ബി സേഫ്. ലൈക്ക് ബേസിക് ഗ്രൂപ്പ് സ്ട്രക്ചർ, ഇമ്പയർമെന്റ് കാൽക്കുലേഷൻ, ഗുഡ് വിൽ ഇപ്പോൾ ചെയ്ത പോലുള്ള ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് മോർ ഈസിയർ. ബട്ട് പി ആൻഡ് എൽ ഓൺ ക്യാഷ് ഫ്ലോ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫോർമാറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൽ തന്നെ ക്യാഷ് ഫ്ലോയിൽ അവരെന്തായാലും ചോദിക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് ആയിരിക്കും. സോ ഓപ്പറേറ്റിംഗിന്റെ ഫോർമാറ്റ് മാത്രം ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ എഴുതേണ്ടി വരും. അലോങ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, യു ഹാവ് ടു റൈറ്റ് ദ എക്സ്പ്ലനേഷൻ ആസ് വെൽ. സോ അതിന്റെ എക്സ്പ്ലനേഷൻ പാർട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ ഗൈസ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ ഡയറക്ട്ലി.